ഇപ്പം എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നല്ലപോലെ സ്മൂത്തായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയും ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ഡിവൈഎസ്പി വന്നിട്ട് കുറച്ച് ടീമിനായിട്ട് ഇപ്പം കയറിയില്ലേ, അയാൾ വന്നിട്ട് നമ്മളെ രഞ്ജിത്തിനെയും ബാക്കിയുള്ളവരെയും അടിച്ച്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചതൊരു പ്രശ്നമാക്കാനില്ല, അടി സ്ഥിരം ഇവിടെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കണല്ലേ, അത് പ്രശ്നമില്ല. അരമണിക്കൂർ ടൈം തന്നിക്കണ്. ഞാനിപ്പോൾ അടിപിടി കഴിഞ്ഞ് എല്ലാത്തിനും ഉന്തി അവിടെ ഇട്ടിക്കണ്. ഇന്നെ കുറേ ഉന്തലും പിടിക്കലൊക്കെ കഴിഞ്ഞു. ആ അരമണിക്കൂർ ടൈമിന് DC-ൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇപ്പം മൊത്തം മലയാളികളാണ്. ഏകദേശം ലൊക്കേറ്റ് ട്രേസ് ചെയ്തെന്ന് കണ്ടപ്പോൾ ഇവർ എത്തിക്കണം. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ക്രെഡിറ്റ് പ്രശ്നം അങ്ങനത്തെ ആയിരിക്കും മിക്കവാറും. ഇപ്പോൾ ഒരു പറയണത് എന്താ പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഈ ആളുകളെ മൊത്തം ലിസ്റ്റ് കൊടുക്കാൻ, പേരും മറ്റുള്ള വിവരങ്ങളും കൊടുത്തിട്ട് ഈ ആളുകൾക്ക് പെർമിഷൻ വാങ്ങി തരാൻ. എനിക്കറിയില്ല ഡിസ്ട്രിക്ട് കളക്ടർ അത് തരുമോ അങ്ങനെ, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓല പണി തുടങ്ങുമെന്ന് പറഞ്ഞു. ആയിരിക്കും, DSP ആയിരിക്കും അയാൾ. മിലിറ്ററിക്ക് അസൗകര്യമാവുണ്ടല്ലോ നമ്മളാളുകൾ. മിലിറ്ററി നമ്മൾ ജോയിന്റ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇല്ല, ഒരു പരാതിയില്ല. കൃത്യമായിട്ട് ലൊക്കേഷൻ ചെയ്ത് ഇനി മഴ വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാട്ടാനുള്ള നോക്കേണ്ടത്. മിലിറ്ററി വേറെ ഭാഗങ്ങൾ പരിശോധിച്ചും കൊടുക്കുകയാണ്, ഓരോരോ പണി തുടർന്നു കൊടുക്കുന്നുണ്ട്. നമ്മളെ മാത്രമല്ല ലോൽക്ക് ആവശ്യം. അതിൻ്റെ പിടിച്ച് തള്ളിയോ? രഞ്ജിത്തിന് മോന്തൊക്കെ ഒരു അടിയൊക്കെ കിട്ടിക്കണെന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട്. അടി തുടങ്ങിയിട്ടാണ് ഇപ്പൊ രഞ്ജിത്ത് അവിടെ ഇല്ലേ? ഉണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ആ ഓഫീസറോട് പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പോയിക്കോളാം, ഇതിന് വേണ്ടിയിട്ട് സമ്മതം വാങ്ങാൻ വേണ്ടി ഞാൻ പോയിക്കോളാം, ഇവരെ എല്ലാവരും പുറത്താക്കരുത്. അപ്പോൾ അരമണിക്കൂർ ഇവർക്ക് അവിടെ ഇപ്പോൾ നിൽക്കാനുള്ള പെർമിഷൻ അയക്കണേ. അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ തടയല്ലേ, ഇതിപ്പോൾ സ്ലോ ആയില്ലേ. ഈ അടിൻ്റെ ഇടയിൽ എല്ലാവരും നോക്കി നിൽക്കുമല്ലോ, അങ്ങനെയാണ് ഇപ്പോൾ സ്ലോ ആയിരുന്നു. അതെ, അല്ല രക്ഷാപ്രവർത്തനം നമ്മൾ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളവിടെ ഒരു 100-150 ആൾക്കാരുണ്ട്. ഞാൻ ആ 100-150 ആൾക്കാരെ ഒറ്റ പേര് മാത്രം എഴുതാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 2 ദിവസം വേണ്ടി വരും. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വെറുതെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ ഇപ്പൊ സമയത്ത് ഉണ്ടാവും, ഈ സമയത്താണ് വന്നത്, എന്നാൽ രാവിലെ വന്നൂടെ? അതൊന്നും ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. എവിടാണോ ആ സിഗ്നൽ വരുന്നത് അവിടെ ഒരു പണി എടുക്കണ്ട. അത് മണ്ണ് മാറ്റുന്നതിന് നമ്മളാരും തടസ്സമല്ലല്ലോ. ഇല്ല, നമ്മൾ മണ്ണ് മാറ്റി പോകണം എന്നല്ലേ പറയണത്. അവര് പിന്നെ എന്തിനാണ് ഇത് മാറ്റാൻ പറയുന്നത്? സുരക്ഷാ കാരണങ്ങളാണ്. ഓൾറെഡി വാഹനങ്ങൾ കുറവാണ്, ഈ ലോറി ഒക്കെ കേട് വന്ന് കിടക്കുകയാണ്. ലോറി ആകെ 4 എണ്ണം ഉള്ളു കയ്യിൽ. ഉള്ള 4 എണ്ണം വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ ലോങ്ങിലേക്ക് വരണ്ടങ്ങി അടുത്ത എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടോളി. എന്നാൽ പിന്നെ എന്താ നിങ്ങളത്ര ലോറി ഇല്ല, ഞമ്മക്കാണെങ്കിൽ ഇവിടെ ഇത്ര ദൂരം മറ്റേ നമ്മളെ കേരളത്തിൽ നിന്നൊരു ലോറി എത്തിക്കാൻ കഴിയൂല. രഞ്ജിത്തിന് ഭയങ്കര സങ്കടം ഉണ്ട് കിട്ടിയതിൽ. അതൊന്ന് ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് തേക്കണ്ടായതുകൊണ്ട്. അവർക്ക് മനസ്സിലായില്ലേ? പറഞ്ഞു ഞാനിപ്പോൾ ഉന്തും തള്ളും പ്രശ്നം ഉണ്ടായത്. ഞാൻ പറഞ്ഞു നമ്മളെ ഇപ്പം ലീഡ് ചെയ്തും കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഈ രഞ്ജിത്താണ്. നമുക്ക് അവൈലബിൾ ആയ രഞ്ജിത്താണല്ലോ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത്. രഞ്ജിത്തിനെ നിങ്ങൾ കൈ വെച്ചത് ശരിയായില്ലായിരുന്നു. അപ്പോൾ അയാൾ പറയണത് വെച്ചില്ല. ഇവർ ക്യാമറ ഇല്ലാത്തതിനുണ്ട് ഞമ്മക്ക് ഈ ഇത് കിട്ടുന്നില്ല. പക്ഷേ ഈ കച്ചറിന്റെ അടിപിടിന്റെ വീഡിയോസ് ഞാൻ കുറെ എണ്ണം എടുത്തിക്കണ്, എന്റെ കയ്യിലുണ്ട്. അതെ DSP തന്നെ ആണെന്ന് തോന്നുന്നു. റാങ്ക് എന്താന്ന് എനിക്കറിയില്ല. ഇല്ല, SP-ക്കാണ് ഇപ്പൊ അവിടെ അസിസ്റ്റന്റ് കളക്ടർ ആരോ ഒരാളുണ്ട്, അസിസ്റ്റന്റ് കമ്മീഷണർ ഉണ്ട്, ഒരു ലേഡി, ഒരു ചെറുപ്പക്കാരി. അതെ, അതൊക്കെ ഏറ്റവും വലിയ റാങ്ക് ആയിരിക്കുമല്ലോ ഇപ്പൊ SP-നെ കാട്ടിയും. അസിസ്റ്റന്റ് കമ്മീഷൻ രാവിലെ പറഞ്ഞിട്ട് വിഷ്വൽസ് എടുക്കാൻ പറ്റില്ലെന്നാ. അതെ, ഇവർ ഇതിനെന്തിനാ മറച്ചു വെക്കേണ്ട ആവശ്യമോ? ഇതിൽ വേറെ ഒരു ഇതും ഇല്ലല്ലോ, കാഴ്ച ബംഗ്ലാവ് ഒന്നല്ലല്ലോ. നമ്മളൊരാള് കുടുങ്ങി കിടക്കണേ ജനങ്ങൾ കാണണ്ടേ?